ഞാൻ പൊതുവേ കേക്കിൽ കളർ ആഡ് ചെയ്യുന്നത് കുറവാണ് കേട്ടോ. നമ്മൾ ഈ റെഡ് വെൽവെറ്റ് കേക്ക്, പിസ്ത കേക്ക് ഇതിലൊക്കെ കളർ ആഡ് ചെയ്യാറുണ്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഞാൻ കസ്റ്റമേഴ്സിനോട് ചോദിച്ചിട്ട് അത് ചെയ്യാറുള്ളൂ കേട്ടോ. എനിക്ക് പൊതുവേ ഈ കളർ ആഡ് ചെയ്യുന്നതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല. അപ്പോൾ ഫസ്റ്റത്തെ കേക്ക് ഒരു പിസ്ത കേക്ക് ആയിരുന്നു കേട്ടോ. നമ്മൾ കസ്റ്റമേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർക്കത് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അത് കാരണം കളർ ആഡ് ചെയ്യാണ്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. ഒരു വൈറ്റും അതുപോലെ ലൈറ്റ് ഗ്രീൻ കളറിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളത് ഫിനിഷ് ചെയ്ത് ഒരു പാരറ്റ് നൈഫിൻ്റെ ഡിസൈൻ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ഗ്രാസ് വരുന്ന പോലെയാണ് താഴെയായിട്ടൊരു ബോർഡർ പോലെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു വിഷ് എഴുതാനുണ്ടായിരുന്നു, അതും ചെയ്ത് ടോപ്പിലായിട്ട് ഇതുപോലെ ഗ്രാസ് അവിടെയും ഇവിടെയായിട്ട് നിൽക്കുന്ന പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനായിരുന്നു. കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഡോറയും എലിഫൻ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അവർ വേണ്ടാന്ന് പറഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കേക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതായിരുന്നു ഫൈനൽ ലുക്ക്. പിന്നെ നമുക്കൊരു റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ക്രം കോട്ടൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റെഡ് വെൽവെറ്റിൽ പിന്നെ കുറച്ച് കളർ ഇല്ലെങ്കിൽ അതൊരു രസമില്ലല്ലോ കാണാൻ. അപ്പോൾ അത് കാരണം കുറച്ച് കളറൊക്കെ ആഡ് ചെയ്തിട്ടാണ് റെഡ് വെൽവെറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫിനിഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പാരറ്റ് നൈഫിൻ്റെ ഡിസൈൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്രംസ് കുറച്ചും കൂടി കളർ കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ പൊടിച്ചിട്ടുണ്ടായിരുന്നത്. സെൻറ്ററിൽ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് ചുറ്റും ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ക്രംസിൻ്റെ സൈഡിൽ കൂടി ആയിട്ട് സെൻറ്ററിൽ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെറീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെറിയ ലീഫിൻ്റെ നോസിലുണ്ട്, അത് വെച്ചാൽ സെൻറ്റർ ഫുള്ളായിട്ടൊന്ന് ഫിനിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ടൊന്ന് ബോർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റൈറ്റിങ്ങും കൊടുത്ത് നമ്മൾ ഈ കേക്കിൻ്റെ ലുക്കും കംപ്ലീറ്റ് ചെയ്തു. ചെറിയൊരു ബോർഡർ താഴെയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 2 കേക്കുകൾ രാവിലെ ആയിരുന്നു കേട്ടോ നമുക്ക് ഡെലിവറി ഉണ്ടായിരുന്നത്. അന്നേ ദിവസം തന്നെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു കേക്കായിരുന്നു കേട്ടോ ഈ ചോക്ലേറ്റ് കേക്ക്. 1/2 kg ആയിരുന്നു ചോക്ലേറ്റ് കേക്ക് വരുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ അതും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ കേക്ക് ഓർഡേഴ്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.